അല്ല. ലുഖ്മാൻ അലൈഹിസ്സലാം മോനോട് നിസ്കരിക്കാൻ പറയാം. എങ്ങനെ പറയുന്നറിയോ? യാ ബുനയ്യ ഖിമിസ് സ്വലാഹ്. ഇബ്നി എന്ന് പറഞ്ഞാൽ മോനെ എന്നാണ്. ബുനയ്യ എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിൽ മലപ്പുറത്തുകാരൊക്കെ വിളിക്കും, ഇങ്ങനെ കുഞ്ഞുമോനെ എന്ന് വിളിക്കും. കുഞ്ഞുമോൻ, കുഞ്ഞാപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ട് മലപ്പുറത്ത് അങ്ങനെ ഓമനപ്പേര് കുറച്ച് കൂടുതലുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്നുമില്ലല്ലോ, നിങ്ങൾ പേരല്ലേ വിളിക്കുള്ളൂ അല്ലേ? ബുനയ്യ എന്ന് പറഞ്ഞ ശരിക്കും കുഞ്ഞുമോനെ എന്നാ. മലപ്പുറത്തൊക്കെ തെളിവായി കുഞ്ഞുമോനെ എന്ന് വിളിക്കാൻ ഒപ്പുണ്ട്. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, അഖിമിസ്വലാ, നിസ്കാരം നിലനിർത്തേണമേ. മോനോട് പറയുമ്പോ യബ്നി, യാ വലദ്, ദാ മോനെ എന്ന് പറയാം. അതൊന്നല്ല വിളിക്കുന്നത് യാ ബുനയ്യ. സ്നേഹത്തിന്റെ ഏറ്റവും പാരമ്യമുള്ളൊരു വാക്കാണ് മോനെ. വാപ്പ വിളിക്കുന്ന വാക്കുകളിൽ ഏറ്റവും വലിയ സ്നേഹമുള്ള വാക്കാണ് അറബിയിൽ യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ. കുഞ്ഞുമോനെ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളോട് ഇച്ചിരി സ്നേഹം കൂടുതലായിരിക്കും. അപ്പൊ മോനെ, നീ എത്ര വലുതായാലും എനിക്ക് നീ എന്റെ കുഞ്ഞുമോൻ തന്നെയാണ്. യാ ബുനയ്യ അഖിമിസ്വലാ, ഇത് പറയുമ്പോ മഹാനവരുടെ മോന് ചെറിയ മോൻ തന്നെയാണ്. അവിടെ ഉപയോഗിച്ച വാക്ക് ഇത് വിശുദ്ധ ഖുർആനാണ്. വാപ്പ എങ്ങനെയാണ് മക്കളോട് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഇതിൽ പഠിക്കാനുണ്ടെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യാ ബുനയ്യ, കുഞ്ഞുമോനെ, കുഞ്ഞുമോനെ, അഖിമിസ്വലാ, നിസ്കാരം നിലനിർത്തേണമേ. കുഞ്ഞുമോനെ എന്ന് പറയുമ്പോൾ ചെറിയ മക്കളാണ്. കുഞ്ഞോളേന്നോ കുഞ്ഞുമോളേന്നോ അങ്ങോട്ടും വിളിക്കാം. ആ മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു ഓമന പേര് വെച്ചിട്ട് സ്നേഹത്തോടെ വിളിക്കാം. എന്നിട്ട് നിസ്കരിക്കണേ എന്ന് പറയുന്നത് അഖിമിസ്വലാത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കണേ മോനെ, നന്മ ചെയ്യണേ എന്ന് നിന്റെ കൂട്ടുകാരോട് നീ പറയണം. എന്തല്ല, നീ തിന്മ ചെയ്യരുത് എന്നല്ല പറയണത്, നന്മ നീ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ നന്മ നീ ചെയ്യൽ മാത്രമല്ല, നീ മറ്റുള്ളവരെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കണം. നിന്റെ സ്കൂളില്, നിന്റെ ക്ലാസ്സില്, നിന്റെ കൂടെയുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ അവരോടത് ചെയ്യരുത് എന്ന് പറയാൻ എന്റെ പൊന്നുമോനെ നിന്നെ കൊണ്ട് കഴിയണം. നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല ഉപദേശം അതാ. അവിടെ ചെന്നിട്ട് നീ അവിടെ ബുദ്ധിമുട്ടാക്കരുത്, അല്ലെങ്കിൽ അവിടെ നീ കച്ചറ കളിക്കരുത്, അല്ലെങ്കിൽ ടീച്ചറെ ബുദ്ധിമുട്ടാക്കരുത്. ഇതൊക്കെ പറയുന്നതിനപ്പുറം നീ ചെല്ലുന്ന ഒരു ക്ലാസ്സിൽ, നീ പഠിക്കുന്ന ഒരു സ്കൂളിൽ എല്ലാവരും നല്ലവരായി മാറണം നിന്നെ കണ്ണുകൊണ്ട് എന്ന് മകനോട് പറയാൻ ലുഖ്മാൻ അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഏറ്റവും നല്ല വാപ്പയായി ലുഖ്മാൻ അലൈഹിസ്സലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. യാ ബുനയ്യ ഖിമിസ്വലാഹ്, പിഞ്ചു മക്കളോടാണെങ്കിൽ പോലും നന്മയിലേക്ക് ഓടി വരാൻ അള്ളാഹു നടത്തുന്ന അഭിസംബോധനയാണിത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിലേക്ക് ഓടി വരുന്നവരായിരുന്നു അവര്. സക്കരിയാ നബിയുടെ സമൂഹം, അവിടുത്തെ ഭാര്യ സക്കരിയാ നബിയുടെ മകൻ യഹ്യാ നബി എന്നൊക്കെ ഖുർആൻ പറയുമ്പോ മക്കളോടും നമ്മളോടുമൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാൻ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ആഹ്വാനം ചെയ്യാൻ. അതാണ് പറഞ്ഞത്, ക്ഷമിക്കണേ, അല്ലാഹുവിനെ ഭയപ്പെടേണമേ, 4 റക്അത്ത് നിങ്ങൾ ദുഹാ നിസ്കരിക്കണമേ, അല്ലാഹുവിനോടും റസൂലിനോടും സ്നേഹമുണ്ടാവണേ എന്നൊക്കെ പറയുന്നത് അല്ലാഹുവിന്റെ ആഹ്വാനമാണ്. يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. മോനെ, നിസ്കാരം നിലനിർത്തണേ, നന്മ കൽപ്പിക്കണമേ, തിന്മ വിരോധിക്കണമേ. വസ്ബിർ അലാ മാ അസാബക്, നിനക്ക് സംഭവിക്കുന്ന വിഷമങ്ങളിൽ, പ്രയാസങ്ങളിൽ മോനെ നീ ക്ഷമിക്കണമേ. നമ്മുടെ മക്കൾക്ക് ക്ഷമിക്കാൻ അറിയില്ല. ഇപ്പോഴത്തെ കാലം വലിയ ബുദ്ധിമുട്ടാണ്, തീരെ ക്ഷമയില്ല. ഉമ്മ എന്തെങ്കിലും പറഞ്ഞു, മോൻ പറഞ്ഞതിന് നോ എന്ന് ഉമ്മ പറഞ്ഞാൽ പിന്നെ ഗ്ലാസ് പൊട്ടിച്ചു, പ്ലേറ്റ് പൊട്ടിച്ചു, പിന്നെ ഫോൺ എടുത്തെറിഞ്ഞു, ബഹളം, ആകെ ബഹളം. ഈ കുട്ടികൾക്ക് മാത്രമല്ല, കല്യാണം കഴിച്ചു പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഇതുപോലെ പെട്ടെന്ന് ക്ഷുഭിതരാകുന്നുണ്ട്. ഇതൊരു വലിയ അപകടമാണ്, കറ്റാസ്ട്രോഫിക് സിറ്റുവേഷൻ ആണിത്. എങ്ങനെ നിക്കാഹ് ചൊല്ലി അന്തസ്സോടെ മഹർ കൊടുത്ത് നിക്കാഹും കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് 1 മാസം കഴിയുമ്പോൾ കുട്ടി പറയാം, എനിക്ക് ശരിയാവില്ല അവിടെ. എന്ത് മോളെ, എനിക്ക് ശരിയാവൂല.
എന്തേ കാരണം? കാരണം എനിക്കറിയില്ല, എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റൂല, എനിക്ക് ത്വലാഖ് വേണം. പടച്ചോനെ, അയ്യുമംറാത്തിൻ, ഏതെങ്കിലും ഒരു പെൺകുട്ടി ത്വലബത്തി ത്വലാഖ്, ന്യായമായ ശറഅ് പറയുന്ന ഒരു കാരണമില്ലാതെ എനിക്ക് ത്വലാഖ് വേണമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ പരിമളം അവർക്ക് ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ തീരുമാനിക്കാം. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ ഇല്ലേ ഒക്കെ ആലോചിച്ചോളൂ, ചിന്തിച്ചോളൂ, സമയമെടുത്തോളൂ. നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി ക്ഷമയില്ലാതെ, സബൂറില്ലാതെ, പരസ്പരം പഴിചാരിയും തെറി പറഞ്ഞും പരിഹസിച്ചും കളിയാക്കിയും ക്ഷമയില്ലാതെ ക്ഷുഭിതരായി പൊട്ടിത്തെറിക്കുന്ന ഒരു യൗവനം, അത് അപകടമാണ്. യാ ബുനയ്യ ഖിമിസ് സ്വലാഹ് വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ, ക്ഷമിക്കണം. പല്ലുവേദന ഉണ്ട് മക്കൾക്ക്, ആ വേദന നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? മക്കൾ എന്നെ സഹിക്കണ്ടേ? വസ്ബിർ അലാ മാ അസ്വാബക. മോളെ, പല്ലുവേദന ഉണ്ടല്ലേ, തലവേദന ഉണ്ടല്ലേ, ബാക്ക് പെയിൻ ഉണ്ടല്ലേ, ക്ഷമിക്കുമോളെ, ക്ഷമിക്ക്, സാരമില്ല, അള്ളാഹു ക്ഷമ തരട്ടെ, അള്ളാഹു വേദനക്ക് കൂലി തരും മോനെ. അല്ലെങ്കിൽ മോളെ, നീ വിഷമിക്കല്ല. വസ്ബിർ അലാ മാ അസ്വാബക. രോഗം വരും, പരീക്ഷണങ്ങൾ വരും, സമ്പത്തില്ലായ്മ സംഭവിക്കും, വാപ്പയുടെ കച്ചവടം തകർന്നടിയും, ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ടേക്കാം, ആരോഗ്യം നഷ്ടപ്പെട്ടേക്കാം. വസ്ബിർ അലാ മാ അസ്വാബക. നിനക്ക് സംഭവിക്കുന്നത് നീ സഹിച്ചേ പറ്റൂ. മക്കളെ, ക്ഷമിക്കണേ. ആര് പറയാ? മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം. എന്തൊക്കെ പറഞ്ഞെന്നറിയൂടെ? യാ ബുനയ്യ അഖിമിസ് സ്വലാഹ്, മോനെ നിസ്കാരം നിലനിർത്തേണമേ. റമദാൻ കഴിഞ്ഞാൽ നിർത്തി പോകരുത് എന്നർത്ഥം. നിസ്കാരം കണ്ടിന്യൂസ്, കൺസിസ്റ്റന്റ് ആയിട്ട് നിസ്കാരം നിലനിർത്തിക്കൊണ്ടുപോകണം. അഖിമിസ് സ്വലാഹ് വഅ്മുർ ബിൽ മഅറൂഫ്, എല്ലാവരോടും നന്മ ചെയ്യാൻ പറയണേ. വൻഹ അനിൽ മുൻകർ, തിന്മകൾ ചെയ്യരുതേ എന്ന് പറയണേ. വസ്ബിർ അലാ മാ അസ്വാബക, മോനെ നിനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നീ ക്ഷമിക്കണമേ. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഇത് നീ ചെയ്യുന്ന ഏറ്റവും യുക്തമായ ശക്തമായ നിന്റെ തീരുമാനമാണ്. നിന്റെ ജീവിതത്തിന്റെ നിർണായകമായ സംഭവം നീ ക്ഷമിക്കുന്നതാണ്. വസ്ബിർ അലാ മാ അസ്വാബക. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. മനുഷ്യൻ നിരന്തരമായി മനുഷ്യൻ വികാരങ്ങൾക്ക്, വൈകാരികമായ ചിന്തകൾക്ക്, പലതരത്തിലുള്ള വിക്ഷോഭങ്ങൾക്ക് മനുഷ്യൻ വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള അല്ലാഹു സൃഷ്ടിച്ച ഹോർമോണുകൾ അതതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കും. പക്ഷെ നമ്മളതിന് അടിമപ്പെടരുത് എന്ന് ഖുർആൻ പറയാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിച്ചേ പറ്റൂ, അതിനെ സുരക്ഷിതമാക്കി വെച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ നിയമങ്ങളെ മറികടക്കുന്നവർ, അത് മദ്യപാനവും വ്യഭിചാരവും മയക്കുമരുന്നും ലഹരിയും എന്തോ ആകട്ടെ, അല്ലാഹുവിന്റെ നിയമങ്ങളെ ട്രസ്പാസ് ചെയ്യുന്നവർ, മറികടക്കുന്നവർ. ഈ ലോകത്ത് ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കണം. ഇന്നത്തെ ന്യൂ ജനറേഷൻ ട്രെൻഡ് അതാണ്. ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണം, അതിന് ഉസ്താദ്മാര് തടസ്സം നിൽക്കരുത്, അതിന് ബാക്കിയുള്ളവർ ഞങ്ങളെപ്പറ്റി ഒന്നും പറയണ്ട, ഞങ്ങളോട് ആരും ഉപദേശിക്കാനും വരണ്ട, ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാ. അന്നേരം മക്കളെ, ആരോഗ്യം തീരും, യൗവനം അവസാനിക്കും, നിങ്ങളുടെ ഭംഗിയും നിങ്ങളുടെ ശരീരത്തിന്റെ പുഷ്ടിയും ഇതൊക്കെ മങ്ങും, ഇതിനൊക്കെ തളർച്ച വരും. ഇത് കഴിഞ്ഞ് നിങ്ങളെ മണ്ണിൽ കൊണ്ടുപോയി വെക്കും. ഒരു പരലോകമുണ്ട്, ഒരു വിചാരണ നാളുണ്ട്. ചിന്തിക്കണേ എന്ന് മക്കളോട് പറയാൻ ആരുണ്ട്? പറഞ്ഞാൽ കേൾക്കാൻ എത്ര പേരുണ്ട്? വിശുദ്ധ ഖുർആൻ അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്.